നമുക്കിന്നൊരു തീർത്ഥയാത്രയായാലോ? നമുക്ക് കൊച്ചിയിൽ നിന്ന് മൂകാംബിക വരെയും പോയാലോ? ഞങ്ങൾ ഓൺ റോഡാണ് പോയത്. ചെന്ന് അവിടെ റൂം എടുത്ത് രാത്രിക്കത്തെ ഫുഡാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഷ്ടപ്പെട്ട് അവനെ കഴിപ്പിക്കുന്നതാണ്. നബാട്ടി അവന് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വാശി പിടിക്കും. അങ്ങനെ വഴക്കെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കുഞ്ഞിനുള്ളൊരു പ്രത്യേക കഴിവാണ്, എന്ത് കിട്ടിയാലും അത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടണം. അങ്ങനെ അവൻ അത് കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇടണ വരയ്ക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവനതൊക്കെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിരുന്നത്. ഞങ്ങളൊക്കെ റെഡിയായി അമ്പലത്തിൽ പോവാം. ഇത്രയും തിരക്കുള്ള ഒരു അമ്പലം ഉണ്ടെങ്കിൽ അത് മൂകാംബിക അമ്പലം തന്നെയായിരിക്കും. അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു അമ്പലവുമല്ല. മൂകാംബിക അമ്മ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞായിട്ട് പോയതിൻ്റെ റീസൺ കുഞ്ഞിനെ എഴുത്തിനിരുത്തുക എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് നാളായി അപ്പേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ എഴുത്തിനിരുത്തുന്നത് മൂകാംബികയിൽ തന്നെ വേണമെന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പോകാം എന്ന് തീരുമാനിച്ച് പോയൊരു പോക്കായിരുന്നു മൂകാംബികയിലേക്ക്. എന്തോ നല്ല കാര്യം കൊണ്ട് അവിടം വരെ എത്താനും പറ്റി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മൂകാംബിക അമ്മയുടെ അടുത്തൊന്ന് എഴുതിപ്പിക്കാൻ പറ്റുക. അവിടെ എഴുതി കഴിഞ്ഞാലാണ് എല്ലാവിധത്തിലും കുഞ്ഞുങ്ങൾക്ക് നല്ലത് എന്നുള്ളൊരു വിശ്വാസം. ആദ്യം കൊടിമരമൊക്കെ കണ്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെയാണ് കുഞ്ഞിനെ എഴുത്തിനിരുത്തുന്നത്. തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 മണിക്ക് വന്നാലേ കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അരിയും സാധനവും പ്ലേറ്റും നമ്മുടെ കയ്യിൽ കിട്ടി. തട്ടിലാണ് അരി എന്നുള്ള രീതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ആ പൂജാരി കാണിച്ചു തരുന്ന രീതിക്ക് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിപ്പോൾ അച്ഛനെ എഴുതാൻ പഠിപ്പിക്കുന്നത് പോലെയാണ് മകൻ ഇരിക്കുന്നത്. മകൻ അച്ഛൻ്റെ കൈ പിടിച്ച് എഴുത്തിനിരുത്തുകയാണ്. അരിയല്ലേ, എന്നാൽ കുറച്ച് കളിച്ചേക്കാന്നായി ഞങ്ങൾക്കും. അവിടെയുള്ള അരിയിലിരുന്ന് എഴുതുന്നതിനേക്കാൾ കുള്ളവൻ അരി എടുത്ത് എറിയുന്നതായിരുന്നു കൂടുതൽ. എന്തായാലും കുഞ്ഞിനെ അവിടെ ഇരുന്ന് എഴുത്തിനിരുത്തിയതോടെ വളരെ സന്തോഷമായി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.